ഈ വധക്കേസിലാണ് ഇപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. ശിക്ഷാവിധി എല്ലാ പ്രതികൾക്കും ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. റീജിത്തിന്റെ അമ്മ ഇപ്പോൾ നമ്മളോടൊപ്പം വിധി അറിഞ്ഞതിൽ ആശ്വാസമുണ്ട്, പക്ഷെ സന്തോഷമൊന്നും തോന്നിയില്ല. കാരണം നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു കിട്ടൂലല്ലോ. അതുകൊണ്ട് അറിഞ്ഞതിൽ ആശ്വാസമുണ്ട്. ഇത്രയും കാലം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു, 19 വർഷം 3 മാസവും ഈ ശിക്ഷ നടപ്പിലാക്കാനും ശിക്ഷ കിട്ടാനും വേണ്ടിയിട്ട്. അതിനു വേണ്ടി കാത്തിരുന്ന അവൻ്റെ അച്ഛനിൽ നിന്ന് ലോകം വെടിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. എങ്കിലും അല്പം ആശ്വാസം എന്ന് പറയാം. അതെ, വധശിക്ഷ തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഒരിക്കലും അവർ പുറത്ത് വരാൻ പാടില്ല. അവിടുന്ന് തന്നെ അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ വെള്ളത്തിന് എൻ്റെ മനസ്സിൻ്റെ തകർച്ച എല്ലാ അമ്മമാർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊലക്കത്തി എടുക്കാനും പാടില്ല, കൊല ചെയ്യാനും പാടില്ല. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതൊരു പാഠമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വൃത്തി എനിക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടൂലല്ലോ. അത് തിരിച്ചു കിട്ടിയെങ്കിലല്ലേ എനിക്ക് ആശ്വസിക്കാം, അവനെ കണ്ടു സന്തോഷിക്കാൻ കഴിയുള്ളൂ. അതൊരിക്കലും കിട്ടൂലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ സന്തോഷിക്കുക? എങ്കിലും അതിലിപ്പോൾ ആശ്വാസം ഉണ്ടെന്ന് പറയാം. ഇതിനു വേണ്ടി പ്രവർത്തിച്ച അഡ്വക്കറ്റോടും ന്യായവിധിനോടും ഞാൻ 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പാർട്ടിക്കാരോടും നാട്ടുകാരോടും അവരുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ചെറിയ സന്തോഷമുണ്ട്, എന്നാലും ചെറിയ സന്തോഷമുണ്ട്. എന്നാലും 12 വർഷം കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങുന്നല്ലേ ചെയ്യുക. ആർക്കും തൂക്കുകയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ആരും നിരാശയുണ്ട്. എനിക്ക് ഈ നിരാശയുണ്ട്. 12 കൊല്ലം കഴിഞ്ഞാൽ ഇവർ പുറത്തന്നെയല്ലേ ഇറങ്ങുക. വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആർക്കും അത് കിട്ടണം തന്നെയാണെന്ന് ആഗ്രഹം. ഒരമ്മക്കും ഒരു പങ്ങൾക്കും ഈ ഗതി ഉണ്ടാകാൻ പാടില്ല ഇനി ഒരിക്കലും. തീരുമാനിച്ചില്ല. എന്നാലും സന്തോഷം. എല്ലാവർക്കും പാർട്ടിയോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. റീജിത്തിൻ്റെ അമ്മയും സഹോദരിയുമാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പൂർണ്ണമായ സംതൃപ്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് അമ്മയും അതുപോലെ തന്നെ സഹോദരിയും പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഈ കേസിൽ വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അത് കിട്ടാത്തതിൽ നിരാശയുണ്ട്. എങ്കിൽ കൂടി ഈ കേസിൻ്റെ ഭാഗമായി ശിക്ഷിക്കപ്പെട്ടതിൽ, ഈ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിൽ ഇവർക്ക് ജീവപര്യന്തം തടവ് ലഭിച്ചതിൽ വലിയ സംതൃപ്തിയുണ്ട് എന്നുള്ളതാണ് ഈ അമ്മയും സഹോദരിയും പ്രതികരിച്ചിരിക്കുന്നത്. റീജിത്തിനോടൊപ്പം തന്നെ ഈ സംഭവത്തിൽ പരിക്കേറ്റവരും അല്ലെങ്കിൽ അത്തരത്തിൽ ഈ സംഭവത്തിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടവരും ഉൾപ്പെടെ ഈ കോടതിയിലുണ്ട്. അതീവ സുരക്ഷ ഈ വിധി പ്രസ്താവം വരുന്നൊരു പശ്ചാത്തലത്തിൽ തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ പരിസരത്ത് ഉണ്ട്. പ്രതികൾ എന്തായാലും ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള മറ്റ് എത്തിയിട്ടുണ്ട്. 9 പ്രതികൾക്കും ജീവപര്യന്തം തടവാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് പുറമെ 1 ലക്ഷം രൂപ വീതം പിഴയും അത് വിവിധ വകുപ്പുകളിലായി ഉണ്ട്. ചില പ്രതികൾക്ക് അതിനകത്ത് മാറ്റം ഉണ്ട്. അതായത് ചില വകുപ്പുകൾക്ക് അധികം പിഴ അടക്കണമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ചില പ്രതികൾക്ക് കഠിന തടവാണ് ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഒരു രാഷ്ട്രീയപരമായി തന്നെ വലിയ രീതിയിൽ ചർച്ചയായപ്പെട്ടിട്ടുള്ള ഒരു കേസ് കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് പെരിയ കേസ്